ഒരു മറുനാടൻ മലയാളി എന്ന രീതിയിൽ എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന കേരളം അന്നും ഇന്നും ഒരു വ്യത്യസ്തമായ കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടും IT പാർക്കുകളും ഫുഡ് പാർക്കുകളും കിൻഫ്രാക്കളും ഒരുപടി രൂപീകരണമായി കേരളത്തിലെ നിരവധി ആൾക്കാർക്ക് ജോലി കിട്ടാനും സംരംഭം ആരംഭിക്കുവാനും ഈ സർക്കാരിന് വളരെ സക്സസ്ഫുള്ളായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന് അതിന് നമ്മുടെ അഭിനന്ദനങ്ങൾ. അതിൻ്റെ മന്ത്രിമാർക്കും നമ്മൾ അഭിനന്ദനങ്ങൾ. മറുനാടൻ മലയാളിയായി ജീവിക്കുന്ന ഞാൻ അന്ന് കേരളം വിട്ട് ദുഃഖിച്ചിട്ട് ജോലിയില്ലാണ്ട് എൻ്റെ രാജ്യം വിടണമെന്നുള്ള ചിന്തനയിൽ ഞാൻ അവിടെ നിന്നും വന്ന് ഇന്നൊരു മറുനാടൻ മലയാളിയായി ജീവിച്ചാലും എൻ്റെ മനസ്സ് കേരളത്തിലാണ്. എൻ്റെ കേരളം എന്ന് മാത്രമേ എൻ്റെ മനസ്സ് തുടിക്കുന്നുള്ളൂ. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു ഭൂമി, ഗോഡ്സ് ഓൺ ഗിഫ്റ്റ് ലാൻഡ് എന്ന് പറയുന്നതിൽ വളരെ അർത്ഥമുള്ളതാണ്. കേരളത്തിൽ എല്ലാവിധ പ്രകൃതി രമണീയതയുണ്ട്. എല്ലാ രീതിയിലും നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമാണ് കേരളം. ജനങ്ങളാണെങ്കിൽ ജാതി മതഭേദമന്യേ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ ഇത്രയും നല്ലൊരു സാഹചര്യം വിട്ട് കേരളം വിട്ട് വരേണ്ട ഒരു ഗതികേട് നമുക്കായിപ്പോയല്ലോ എന്ന് ഏത് രാവിലെയും നമ്മൾ ചിന്തിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. പക്ഷേ അന്ന് അങ്ങനെ ആണെങ്കിൽ ഇന്നത്തെ കേരളം അതല്ല. കേരളത്തിനെ മാറ്റാൻ പിണറായി വിജയൻ സാറിന് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ മന്ത്രിമാരാണെങ്കിലും ആ ചിന്തനയെ തന്നെയാണ് ഇന്ന് കേരളം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണങ്ങൾ പല കാലത്തും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. സ്ട്രൈക്കുകളായിട്ടും ഫാക്ടറികളെ പൂട്ടിപ്പിച്ചിട്ടും തൊഴിലാളി എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം മാറി ഇന്നും സ്റ്റാർട്ട് ചെയ്യാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ആര് ഭരിക്കണോ എന്നോ അല്ല ഏത് രാഷ്ട്രീയം ഭരിക്കണോ എന്നുള്ളത് നമ്മൾക്കൊരു പ്രശ്നമല്ല. നമ്മുടെ കണ്ണ് കേരളത്തിൽ അന്ന് കണ്ട കേരളം ഇന്ന് കാണുന്ന കേരളം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും നിരവധി സ്റ്റാർട്ടപ്പുകൾ വരണം. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ നോക്കിക്കഴിയുമ്പോൾ കേരളത്തിൻ്റെ പല വികസനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള ക്യാഷ് വന്നിട്ട് മുതൽ പലതും പാക്ക് ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുന്നു. പണ്ട് കേരളത്തിലേക്ക് നിരവധി സ്ഥലങ്ങളിൽ നിന്നും വന്ന് വിറ്റുകൊണ്ടിരുന്ന ആ ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണു. കേരളത്തിലെ ഒരു കമ്പനി തുടങ്ങുന്ന കാര്യം അത്ര എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു. IT പാർക്കുകൾ പോലും IT കമ്പനികൾക്ക് ചേർത്തലയിൽ ഞാൻ കണ്ട ഒരു ബോർഡാണ്, വാടകയില്ലാതെ നിങ്ങൾക്ക് ആരംഭിക്കാമെന്ന്. ഇത് ഏത് സംസ്ഥാനത്തിനാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം ഇത് ചെയ്യുകയും കഴിയൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ഒരു സാഹചര്യം കേരളം കണ്ടു എന്നുള്ള കാര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. ഞാനൊരു മറുനാടൻ മലയാളിയായി ഇത്രയും അഭിമാനം കൊള്ളുമ്പോൾ എന്നെമാതിരി എത്രയോ ജനങ്ങൾ ഇന്ത്യ വിട്ട് വെളിയിൽ പോയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ സ്വപ്നവും ഈ കേരളം തന്നെയാണ്. കാരണം നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അംഗീകാരമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് നമ്മൾക്ക് കേരളം ആ സ്ഥിതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ എന്ന കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നു. മേലും നമ്മൾ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പ്രൊഫഷണലായ ആൾക്കാരെ ജോലി കഴിഞ്ഞ് റിട്ടയർമെൻറ്റായി മറുനാട്ടിൽ ജീവിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ സ്റ്റാർട്ടപ്പിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചിറങ്ങി അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വിജയം കണ്ട് അവിടെ നിന്ന് ഇനി ഒരു ഗൂഗിൾ സൃഷ്ടിക്കണം, അവിടെ നിന്ന് ഒരു ഫേസ്ബുക്ക് സൃഷ്ടിക്കണം, അവിടെ നിന്ന് ഒരു നിരവധി IT കമ്പനികൾ സൃഷ്ടിക്കണം, യൂണിക്കോണായി കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന കാര്യത്തിൽ നമ്മൾക്ക് സംശയമില്ല. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനത്തിനും മുൻവരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ജനങ്ങളോടും ഞാൻ സ്റ്റാർട്ടപ്പ് ആളുകളോടും ധൈര്യപൂർവ്വം ഇറങ്ങി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് ഒരു വിധത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. സീറ്റ് ഫണ്ടിങ് വരെ സർക്കാർ തരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വന്നിട്ട് നമ്മുടെ അറിവും കേരളത്തിലെ സ്റ്റാർട്ടപ്പിന് വേണ്ടി പകരാനും അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നൽകി കേരളത്തിനെ വൻവികസിത രീതിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഏവരും സമ്മതിക്കണം. കേരളത്തിൻ്റെ ജനങ്ങൾക്ക് അത്രയും റെസ്പെക്റ്റ് വേൾഡ് ലെവലിൽ കേരളത്തിൻ്റെ ജനതയ്ക്ക് എവിടെ പോയാലും ആ റെസ്പെക്റ്റ് നേടിയിട്ടുണ്ട്.
കേരളത്തിൻ്റെ ജനത സ്നേഹത്തിന് മാത്രമേ വില കൽപ്പിച്ചിട്ടുള്ളൂ. ജാതിക്കോ മതത്തിനോ ഭാഷയ്ക്കോ നമ്മൾ വേർതിരിച്ചിട്ടില്ല. നമ്മൾക്ക് ഒരേ ഇതിലുള്ള സ്നേഹം സ്നേഹം സ്നേഹം. അങ്ങനെയാണ് കേരള ജനത വളർന്നിരിക്കുന്നത്. ഏത് രാജ്യത്ത് പോയാലും കേരളത്തിലെ ജനതയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരേ കാരണം കേരളത്തിൻ്റെ ജനത ഒന്ന് സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ജയവതിയിൽ നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ വൻ വിജയത്തിലെത്തിക്കാൻ എല്ലാവരും കൂട്ടായ്മയായിട്ട് ഇറങ്ങുക, പ്രവർത്തിക്കുക. ഈ ഒരു അപേക്ഷയായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാനും ഒരു മലനാടൻ മലയാളി എന്ന രീതിയിൽ കേരളം കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും അതുമാതിരി എല്ലാവരും സന്തോഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും കേരളം വളരട്ടെ, ഉയരട്ടെ. മന്ത്രിസഭയ്ക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. പിണറായി വിജയൻ സാറിനും ഞങ്ങളെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കേരളം നിങ്ങൾ സൃഷ്ടിച്ചതിന്. മാർക്സിസ്റ്റ് പാർട്ടിയായി ഭരിച്ചൊരു കാലത്ത് ഉള്ള ഒരു മാറ്റങ്ങൾ ഇതേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചരിത്രം സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാറേ, ഞങ്ങളുടെ നന്ദി. മന്ത്രിസഭയ്ക്കും നന്ദി, നിങ്ങൾക്കും നന്ദി, നിങ്ങളുടെ കൂട്ടിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി എന്ന് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.